നമസ്കാരം. ഇന്ന് വാർത്താ മാധ്യമങ്ങളിൽ വളരെയധികം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിൻ്റെ അറസ്റ്റും അതിനെ തുടർന്നുള്ള കേസുകളും. ED 9 തവണ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടും അദ്ദേഹം പോയിരുന്നില്ല. സമാനമായ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ തോമസ് ഐസക്കും. എന്താണ് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം? EDയുടെ അധികാരപരിധി എന്ത്? മുന്നിലെ സാധ്യതകളെന്ത്? എല്ലാം നമുക്ക് പരിശോധിക്കാം. കേസിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപേ എന്താണ് കിഫ്ബി എന്നറിയേണ്ടതുണ്ട്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് എന്നതാണ് ഇതിൻ്റെ മുഴുവൻ പേര്. അടിസ്ഥാന സൗകര്യ വികസനം എന്നത് ഏതൊരു സർക്കാരിൻ്റെയും മുഖ്യ അജണ്ടയാണ്. സംസ്ഥാനത്തിൻ്റെ വരുമാനം മാത്രം കൊണ്ട് അത് പലപ്പോഴും സാധ്യമാവാറില്ല. അങ്ങനെ ആ ഒരു ആവശ്യം മുന്നിൽ കണ്ടുകൊണ്ട് ബഡ്ജറ്റിന് പുറത്തു നിന്ന് ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഒരു കോർപ്പറേറ്റ് ബോഡിയാണ് കിഫ്ബി. ഒരു കോർപ്പറേറ്റ് ബോഡി എന്ന് പറയുമ്പോൾ ഫണ്ട് സ്വരൂപിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിനില്ലാത്ത പല അധികാരങ്ങളും അതിനുണ്ട്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ആക്ട് പ്രകാരം നവംബർ 11, 1999 കിഫ്ബി നിലവിൽ വന്നു. എന്നാൽ കിഫ്ബിയെ കൂടുതൽ ശക്തിപ്പെടുത്തിയത് 2016 പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. KIIF അമെൻഡ്മെൻറ്റ് ആക്ട് 2016 വഴിയാണ് അങ്ങനെ ചെയ്തത്. ഇതിൻ്റെ ഭാഗമായി ധനസമാഹരണം വർദ്ധിപ്പിച്ചു. അതിനുവേണ്ടി പല വഴികളും തേടി. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ ലിറ്റർ പെട്രോളിനും ഡീസലിനും ഓരോ രൂപ സെസ് വെച്ച് പിടിച്ച് സർക്കാർ കിഫ്ബിയിലോട്ടടയ്ക്കാൻ തുടങ്ങിയത്. കൂടാതെ മോട്ടോർ വാഹന നികുതിയുടെ ഒരു ഭാഗവും കിഫ്ബിയിലോട്ട് പോകാൻ തുടങ്ങി. ഇത് ഇപ്രകാരമായിരുന്നു. ആദ്യത്തെ വർഷം 10% മോട്ടോർ വാഹന നികുതി കിഫ്ബിയിലോട്ട് അടയ്ക്കും. രണ്ടാമത്തെ വർഷം അത് 20 ആവും. അങ്ങനെ 5ാമത്തെ വർഷമാകുമ്പോൾ 50% അടയ്ക്കും. 50% സീലിംഗ് ആയിട്ട് വെച്ചത്. പിന്നെ ബാങ്കുകളിൽ നിന്ന് ദീർഘകാല അടിസ്ഥാനത്തിൽ ലോൺ എടുക്കാൻ തുടങ്ങി. ഇതെല്ലാം 9% മുകളിലുള്ള വാർഷിക പലിശ കൊടുത്തുകൊണ്ടാണ്. ഇതൊക്കെ കൂടാതെ വിദേശ നിക്ഷേപവും സ്വീകരിച്ചു. ഇതാണ് ED കേസിന് ആസ്പദമായ സംഭവം. ഇത് വിശദമാക്കാം. 2019 ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുഖേന രൂപയുടെ മൂല്യത്തിലുള്ള ബോണ്ടുകൾ ഇറക്കിക്കൊണ്ട് 2150 കോടി രൂപയാണ് അന്ന് നിക്ഷേപമായി സമാഹരിച്ചത്. 5 വർഷമാണ് ബോണ്ടിൻ്റെ കാലാവധി. 9.7% വാർഷിക പലിശ കൊടുക്കണം. ലോക ബാങ്കിൻ്റെ സബ്സിഡിയറിയായ ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ എന്ന സ്ഥാപനമാണ് ഈ ബോണ്ടിന് മസാല ബോണ്ട് എന്ന് പേരിട്ടത്. ഇന്ത്യ സുഗന്ധവ്യഞ്ജനങ്ങളുടെ തറവാടായതുകൊണ്ട് ഇന്ത്യൻ രൂപ മൂല്യത്തിൽ ഇറക്കിയ ബോണ്ടിന് മസാല ബോണ്ടെന്ന് പേരിട്ടു. അത്രയേ ഉള്ളൂ. ഇങ്ങനെ വിദേശ രാജ്യത്ത് പോയി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അനുമതിയില്ലാതെ ബോണ്ട് ഇറക്കിയത് നിയമവിരുദ്ധമാണ് എന്നതാണ് EDയുടെ കണ്ടെത്തൽ. ഫെമ അഥവാ വിദേശ വിനിമയ ചട്ടം ലംഘിച്ചു എന്നതാണ് ഇവിടെ കുറ്റമായി ആരോപിക്കുന്നത്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അനുവാദമില്ലാതെ ഒരു സംസ്ഥാന സർക്കാരിനും വിദേശത്ത് പോയി പണം സമാഹരിക്കാൻ അനുവാദമില്ല. ഇത് ഭരണഘടനയിലെ ആർട്ടിക്കിൾ 293(1) ലംഘനവുമാണ്. ഇത്തരത്തിലൊരിടപാട് CAG കണ്ടെത്തിയതോടുകൂടിയാണ് EDയുടെ രംഗപ്രവേശനം. ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ വാദം മറ്റൊന്നാണ്. അവർ പറയുന്നത് വിദേശ നിക്ഷേപം സമാഹരിക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് മാത്രമേ നിയന്ത്രണങ്ങളുള്ളൂ. പക്ഷേ കിഫ്ബിക്ക് ആ നിയന്ത്രണം ബാധകമല്ല. കാരണം കിഫ്ബി ഒരു കോർപ്പറേറ്റ് ബോഡിയാണ്. ഫെമ നിയമമനുസരിച്ച് കോർപ്പറേറ്റ് ബോഡീസിന് ബോണ്ട് ഇഷ്യൂ ചെയ്യാനും പണം സ്വീകരിക്കാനും കഴിയും. അതിനാൽ തന്നെ ഈ കേസ് വെറും രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെയും ഡോക്ടർ തോമസ് ഐസക്കിൻ്റെയും സ്റ്റാൻഡ്. ഇവിടെ EDയുടെ ചോദ്യം മറ്റൊന്നാണ്. കിഫ്ബിയെ പൂർണ്ണമായും ഒരു കോർപ്പറേറ്റ് ബോഡിയായി അംഗീകരിക്കാൻ കഴിയുമോ എന്നതാണ്. അതിന് കാരണമായി പറയുന്നത് കിഫ്ബിയെ നിയന്ത്രിക്കുന്നതും സഹായിക്കുന്നതും കിഫ്ബി ലോണുകൾക്ക് ഗ്യാരണ്ടി നിൽക്കുന്നതും സംസ്ഥാന സർക്കാരാണ്. ഈ ഒരു കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കണമെങ്കിൽ വിശദമായ അന്വേഷണവും മൊഴികളും ആവശ്യമുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ED ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടവർക്കെല്ലാം സമൻസുകൾ അയച്ചത്. എന്നാൽ നാളിതുവരെയും തോമസ് ഐസക് ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടില്ല. ഓരോ സമൻസ് വരുമ്പോഴും കോടതിയെ സമീപിക്കുകയായിരുന്നു. അതിൽ 1-2 സമൻസൊക്കെ പിൻവലിക്കേണ്ടി വന്നു ചില സാങ്കേതിക കാരണങ്ങളാൽ. ആ സാങ്കേതിക പിഴവുകളെല്ലാം തിരുത്തിയ ശേഷം വീണ്ടും സമൻസുകൾ അയച്ചു. അവസാനം കോടതി പോലും ചോദിക്കുകയുണ്ടായി, ഒരു പ്രാവശ്യം പൊയ്ക്കൂടെ, പോയാൽ എന്താണ് കുഴപ്പം? ഈ വിഷയത്തിൽ ഈ ഘട്ടത്തിൽ കോടതി ഇടപെടില്ലെന്നും തീർത്ത് പറഞ്ഞിട്ടുണ്ട്. കേസ് വരുമ്പോൾ നോക്കാം എന്നതാണ് കോടതിയുടെ വാദം. കാര്യങ്ങൾ ഇത്രത്തോളമായ സ്ഥിതിക്ക് EDയുടെ അധികാരപരിധി എത്രത്തോളമുണ്ട് എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം. 1956 മെയ് 1 ഈ ഒരു അന്വേഷണ ഏജൻസി നിലവിൽ വരുന്നത്.
എങ്കിലും പൊതുമണ്ഡലത്തിൽ ഇതിനെക്കുറിച്ച് കേൾക്കാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ്. ഇത്രയും നാൾ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താതെ കിടന്ന ഒരു ഏജൻസിയാണ് ഇത് എന്ന് വേണമെങ്കിലും പറയാം. വിദേശ വിനിമയ ചട്ടലംഘനം, കള്ളപ്പണം വെളുപ്പിക്കൽ, സ്മഗ്ലിംഗ് ഇത്തരം പരിപാടികൾ ചെയ്യുന്നവർക്കെതിരെയാണ് ED പ്രവർത്തിക്കുന്നത്. അതുകൂടാതെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടത്തി നാടുവിടുന്നവരുടെ ഇന്ത്യയിലെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ED ചെയ്യാറുണ്ട്. അങ്ങനെ ഇത് സാമാന്യം വിശാലമായ അധികാരങ്ങളുള്ള ഒരു ഏജൻസിയാണെന്ന് തന്നെ പറയാം. ഇനി ഇതിന് മറ്റ് 2 പ്രത്യേകതകൾ കൂടി ഉണ്ട്. അത് ED കേസും പോലീസ് കേസും തമ്മിലുള്ള പ്രധാന വ്യത്യാസമാണ്. പോലീസ് ഒരാളെ ഒരു കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു എന്ന് വയ്ക്കുക. അവിടെ അയാൾ കുറ്റവാളിയാണെന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം പോലീസിനും പ്രോസിക്യൂഷനുമാണ്. നേരെ മറിച്ച് ED കേസിലാണെങ്കിൽ കുറ്റാരോപിതൻ്റെ ഉത്തരവാദിത്വമാണ് അയാൾ നിരപരാധിയാണെന്ന് തെളിയിക്കുക എന്നുള്ളത്. അതുപോലെ മറ്റൊന്നുള്ളത്, പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ FIRൻ്റെ കോപ്പി അയാൾക്കോ അയാളുടെ വക്കീലിനോ കൊടുക്കണം എന്നുള്ളതാണ്. നേരെ മറിച്ച് EDക്കാണെങ്കിൽ ECIR അഥവാ എൻഫോഴ്സ്മെൻറ്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് കുറ്റാരോപിതനെയോ അദ്ദേഹത്തിൻ്റെ വക്കീലിനെയോ കാണിക്കണമെന്ന് നിർബന്ധമില്ല. ED അന്വേഷിക്കുന്ന കേസുകളിൽ ആരെയും അറസ്റ്റ് ചെയ്യാനും തടഞ്ഞു വയ്ക്കാനുമുള്ള EDയുടെ അധികാരം ശരിവെച്ചുകൊണ്ട് 2022 സുപ്രീം കോടതി ഒരു ജഡ്ജിമെൻ്റ് ഇറക്കിയിട്ടുണ്ട്. എന്നാൽ പിന്നീട് സുപ്രീം കോടതി തന്നെ ഈ ജഡ്ജിമെൻ്റ് തിരുത്തുകയാണ് ചെയ്തത്. EDയുടെ പല വകുപ്പുകളും പുനഃപരിശോധിക്കേണ്ടതുണ്ട് എന്നും കൂടി സുപ്രീം കോടതി പറഞ്ഞു. EDയുടെ അധികാരത്തിന്മേൽ കടിഞ്ഞാണിടുന്ന ഒരു കോടതി വിധിയായിരുന്നു പങ്കജ് ബൻസാലിൻ്റെ അറസ്റ്റുമായി സംബന്ധിച്ച കേസിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ചത്. ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ സഹകരിച്ചില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് ED ആരെയും അറസ്റ്റ് ചെയ്യരുത് എന്നാണ് ആ ജഡ്ജിമെൻറ്റിൽ സുപ്രീം കോടതി പറഞ്ഞത്. അറസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ മതിയായ കാരണങ്ങൾ കുറ്റാരോപിതന് എഴുതി നൽകേണ്ടതുണ്ട്. ഒരുപക്ഷെ ഈ ഒരു കാര്യം കൊണ്ടാവാം കിഫ്ബി കേസിലും ED ഒരു എടുത്തുചാട്ടത്തിന് മുതിരാത്തത്. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതും പ്രഥമദൃഷ്ട്യാ തെളിവുകൾ ഉള്ളതുകൊണ്ടും ആവാം. ഒരുപക്ഷെ ആ തെളിവുകളുമായിരിക്കാം അദ്ദേഹത്തിനെ റിമാൻഡ് ചെയ്യുന്നതിലേക്ക് നയിച്ചത്. പ്രഥമദൃഷ്ട്യാ തെളിവുകൾ ഉള്ളതുകൊണ്ട് മാത്രം ഒരാൾ കുറ്റക്കാരനാണെന്ന് തീർത്തും പറയാൻ കഴിയില്ല. കോടതി എല്ലാം ഇഴകീറി പരിശോധിക്കും. അതാണ് പലപ്പോഴും ഒരാളിനെതിരെ ആദ്യഘട്ടത്തിൽ തെളിവുണ്ടെങ്കിലും പിന്നീട് അയാൾ നിരപരാധിയായി മാറുന്നത്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയം അരവിന്ദ് കെജ്രിവാൾ റിമാൻഡിലാണ്. നാളെ ഒരുപക്ഷെ എന്തും സംഭവിക്കാം. അതിനാൽ തന്നെ ആ വിഷയത്തിൽ എൻ്റേതായ നിലപാടുകളോ തീർപ്പുകളോ ഞാൻ പറയുന്നില്ല. തോമസ് ഐസക്കിൻ്റെ കാര്യത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, തനിക്കെതിരെ 2 വർഷം അന്വേഷിച്ചിട്ടും ഒരു തെളിവും EDക്ക് കിട്ടിയിട്ടില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ വാദം. ഇനി അതല്ല, മതിയായ തെളിവുണ്ടെങ്കിൽ EDക്ക് അറസ്റ്റ് ചെയ്യാൻ മറ്റ് നിയമ തടസ്സങ്ങളൊന്നുമില്ല എന്നതാണ് കാര്യങ്ങളുടെ പോക്ക്. തോമസ് ഐസക് പറഞ്ഞ മറ്റൊരു കാര്യം കൂടി സുപ്രധാനമാണ്. താൻ കിഫ്ബിയുടെ വെറും വൈസ് ചെയർമാൻ മാത്രമായിരുന്നെന്നും ഇതിൻ്റെ ചെയർമാൻ മുഖ്യമന്ത്രി ആണ് എന്നുള്ളതുമാണ്. ഏതായാലും ഈ വിഷയത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് കാത്തിരിക്കാം. താങ്ക് യു.